കൂട്ടിൽ തളിരൊന്നും മൈനേ നിന്നോടല്ലേ ഇഷ്ടം കരിവീഴും തോപ്പിൽ വേയും നിലാവേ നിന്നോടല്ലേ ഇഷ്ടം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. അപ്പം ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പൈൻഡ് വ്ളോഗാണ്. കുറച്ച് ദിവസത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. കാരണം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വ്ളോഗ്സ് കാര്യമായിട്ടൊന്നും ഇല്ല. ഞാൻ ഈ വീഡിയോ എടുത്ത പിറ്റേ ദിവസം തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി പർച്ചേസിങ്ങും പിന്നെ പോകുന്ന വീഡിയോയും എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പം ആദ്യം ഞാനും അമ്മയും അച്ഛനും കൂടെ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു കുട്ടി ഷോപ്പിങ്ങിനാണ്. കാരണം എനിക്ക് ഹോസ്റ്റലിലത്തേക്ക് ആവശ്യമുള്ള ഷാംപൂ, കണ്ടീഷണർ, ഫേസ് വാഷ്, അതുപോലത്തെ കുട്ടി കുട്ടി സാധനങ്ങളും കുറച്ച് സ്നാക്സും ഒക്കെ മേടിക്കാനായിട്ടാണ്. അപ്പം നേരെ ഞങ്ങൾ പോയിട്ടുള്ളത് സ്മാർട്ട് ബസാറിലേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയ ടൈമിൽ ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈമൊക്കെ ഒരു 9 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അച്ഛൻ പാർക്ക് ചെയ്യാൻ പോകുന്ന ടൈമിൽ ഞാനും അമ്മയും അനിയത്തിയും കൂടെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് പെട്ടെന്ന് ആവശ്യമുള്ള സാധനം എടുത്ത് വരുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അവിടെ ഒരുപാട് നിൽക്കലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോർമലി ഞാനിങ്ങനെ പോകുമ്പം എനിക്ക് സാനിറ്ററി പാഡ്സും പിന്നെ കണ്ടീഷണർ, ഷാംപൂ, ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുക്കാറ്. പിന്നെ ഇതേപോലത്തെ കുറച്ച് സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളും മാഗിയും പാസ്തയും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അത്രയും മേടിച്ചു. നേരെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അല്ലാണ്ട് ഒരുപാട് നേരം നിന്നില്ല. അപ്പം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. 10 മണിക്കാണ് കേട്ടോ ഈ ഒരു ട്രാഫിക്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. ഒരു തട്ടുകടയിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. അറിയാമെന്നുള്ളവർക്ക് അറിയാമായിരിക്കും. ശാസ്തമംഗലം ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു തട്ടുകടയാണ്. ഒരു ചെറിയ തട്ടുകട, നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പം ഈ ഒരു പൊറോട്ടയും രസവടയും ചിക്കൻ്റെ ഒരു പെരട്ട് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അതേപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ചിട്ട് ഞാനും അനിയത്തിയും കാറിനുള്ളിൽ തന്നെ കഴിക്കുകയാണ്. അമ്മയും അച്ഛനും പുറത്തുനിന്ന് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ആൻഡ് പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പൊറോട്ടയോട് എനിക്ക് കറി അത്ര ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു ചട്നി എനിക്കിഷ്ടമാണ്. അന്നത്തെ വ്ളോഗ് ഞാൻ അവിടെ അവസാനിപ്പിച്ചിട്ട് ഇത് ഞാൻ പോകുന്ന അന്ന് രാവിലെ എടുത്തിട്ടുള്ള വ്ളോഗാണ്. അപ്പം ഇത് കർക്കിടക വാവ് ആ ഡേ ആണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഫ്രൂട്ട്സ് എനിക്ക് കൊണ്ടുപോകാനാണ്. അപ്പം ഞങ്ങൾ അവിടെ മേടിച്ച് തലേ ദിവസം വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് പോയി മേടിക്കുന്നതാണ്. സെൻട്രൽ ബസാറിൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബസാറാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസും അങ്ങനെയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ബേക്കറി ഉണ്ട്, ജിജി, അറിയാമെന്നുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ കുറേ ഇതേപോലത്തെ കേക്ക്സും സ്നാക്സും ഒക്കെ ഹോം മെയ്ഡ് അല്ല, അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പം അമ്മയും ഞാനുമാണ് ഈ ഷോപ്പിങ്ങൊക്കെ അമ്മയും ഞാനുമാണ് ചെയ്യാറ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോവുകയാണ്. അപ്പം ഞാൻ കൈസാറിനോട് ബൈ ഒക്കെ പറഞ്ഞു. കാരണം അമ്മൂമ്മയുടെ വീട്ടിൽ പോയിട്ട് സദ്യ കഴിച്ച് അവിടെ നിന്ന് ഡയറക്റ്റ്ലി ആണ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയപ്പം കാക്കയ്ക്കുള്ള ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പം 4:45 എൻ്റെ ട്രെയിൻ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു 3:30-3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. ഇപ്പം ഓൾറെഡി ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിട്ടോ. അപ്പം ചോറും സാമ്പാറും പരിപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാലട പായസം ഉണ്ടായിരുന്നു. പഴത്തിൻ്റെ കൂടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ബോളി ഉണ്ടെന്ന് പറഞ്ഞത്, അങ്ങനെ ബോളിയും കൂട്ടി അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആദ്യം എൻ്റെ അനിയത്തിയും അമ്മുവും അവരൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് നേരെ ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടു. കാരണം കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ട്രാവലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഡ്രസ്സും ഇട്ടിട്ട് നേരെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കൊച്ചുവേളിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം 4:45 എൻ്റെ ട്രെയിൻ. അപ്പം ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു മട്ടിൽ അപ്പം നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അച്ഛൻ പാർക്ക് ചെയ്യാൻ പോകുന്ന ടൈമിന് ഞാനും അനിയത്തിയും അമ്മയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് അച്ഛൻ വന്നിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, മുഖം മുഴുവൻ പിമ്പിൾസും മാർക്സും പിന്നെ ഞാൻ ഒരുപാട് ടാൻ അടിച്ചു. കാരണം വീട്ടിലാവുമ്പം സ്കിൻ കെയർ ഇല്ല, പിന്നെ എന്താണെന്ന് അറിയില്ല. ബാംഗ്ലൂർ ക്ലൈമറ്റ് സ്യൂട്ട്സ് മൈ സ്കിൻ. അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ കുറച്ച് ബെറ്റർ ആവും. അങ്ങനെ പിന്നെ അച്ഛനും അമ്മയും ട്രെയിനിലാക്കിയിട്ട് അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ട്രെയിൻ എടുക്കാറാവുന്ന ഒരു സമയത്ത് ഇവർ പുറത്തിറങ്ങും. പിന്നെ കുറേ നേരം തമാശയൊക്കെ പറഞ്ഞിരിക്കും. ഞാൻ പറയുകയാണ് ഞാൻ പോയിട്ട് ഓണത്തിന് നോക്കട്ടെ, ലീവില്ല ഓണത്തിന്, നമ്മൾ ലീവ് എടുത്ത് പോകേണ്ടി വരും, നോക്കട്ടെ ഞാൻ വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനൊക്കെ എടുക്കാറായിട്ട്. അപ്പോൾ ഫുഡ് വന്നിട്ട് ഞാൻ കുറച്ച് സ്നാക്സ് മേടിച്ചുകൊണ്ടാണ് പോയത്, അല്ലാണ്ട് കാര്യമായിട്ട് ഫുഡായിട്ട് മേടിച്ചില്ല. അത് കഴിഞ്ഞ് നേരെ ട്രെയിൻ എടുക്കാറായി. അപ്പം ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്ന ടൈമിൽ ട്രെയിനിൽ അധികം ആൾ കാണത്തില്ല കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ അധികം ആളും കാണത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ വരുന്നത്. അങ്ങനെ ഞാൻ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ്. ചെറിയൊരു ഹോം സിക്നെസ് ഒക്കെ ഉണ്ട്. കാരണം ഒരു 20 ദിവസമൊക്കെ വീട്ടിൽ നിന്നിട്ട് വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കയറിയിട്ട് ഒരു മിഠായിയൊക്കെ കഴിച്ചിരുന്ന ഡ്രാമ കാണുകയാണ്. കുറേ എപ്പിസോഡ്സ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വന്നു. അതാകുമ്പം ഇങ്ങനെ ഇരുന്ന് കാണാമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ.
ഉറങ്ങി എഴുന്നേച്ചപ്പോഴത്തേക്കും KSR മെജസ്റ്റിക് ആയിരുന്നു എൻ്റെ സ്റ്റോപ്പ്. അപ്പം അങ്ങനെ ട്രെയിൻ എത്തി. അപ്പോൾ ഈ ഒരു റോഡൊക്കെ കാണുമ്പോൾ തന്നെ ബാംഗ്ലൂരാണെന്ന് മനസ്സിലാവും. അങ്ങനെ KSR SBC ഒക്കെ ഒരു സ്റ്റേഷനാണ് കേട്ടോ മെജസ്റ്റിക്. അപ്പം അവിടെ ഇറങ്ങിയിട്ട് നേരെ ഞാനൊരു ഓട്ടോയിൽ തിരിച്ച് എൻ്റെ PG പോവുകയാണ്. അപ്പം അത് കഴിഞ്ഞ് PG എത്തിയപ്പോഴത്തേക്കും ഫുഡ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴത്തേക്കും ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായി. ഞാൻ ഒരു 10 മണിയൊക്കെ ആയപ്പം PG എത്തി. പിന്നെ ഞാനൊരു ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടൊരു ഫ്രൂട്ട് ബൗൾ ഉണ്ടാക്കി, അതും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.